Hi children, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017-ൽ ജെഇ അഡ്വാൻസിന് പേപ്പർ 1-ൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ ഒരു ഒറിജിനിൽ നിന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ റീജിയന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു റീജിയനിൽ ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിനെ സർട്ടൺ വെലോസിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ ഇലക്ട്രോണിന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ പ്രോട്ടോണിന് എന്ത് സംഭവിക്കും എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്നിട്ട് 3 കോളം തന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ആ 3 കോളം? വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും തന്നിട്ടുണ്ട്. ഇനി ഈ 3 കോളവുമായിട്ട് ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും പല ഓപ്ഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ഓപ്ഷനും എടുത്ത് നോക്കിയിട്ട് നമ്മൾ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇൻ വിച്ച് കേസ് വിൽ ദ പാർട്ടിക്കിൾ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി? ഈ പറയുന്നതിൽ ഏത് കേസിലാണ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്? ഏത് കേസിലാണ്, ഏത് കോമ്പിനേഷനിലാണ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനും നമുക്ക് ചെക്ക് ചെയ്യണം. അതിനു മുമ്പ് ഒരു പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണതിലത്തെ കണ്ടീഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് കണ്ടീഷൻ? ഫോഴ്സ് 0 ആയിരിക്കണം, ആക്സലേഷൻ 0 ആയിരിക്കണം, ഇല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഫോർ വി ഈസ് ടു ബി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ആക്സലേഷൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് എന്തായിരിക്കണം? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ഒരു 0 വെക്ടർ ആയിരിക്കണം നെറ്റ് ഫോഴ്സ്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സും, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും. അവയുടെ സം 0 ആയിരിക്കണമെന്ന് മനസ്സിലായോ? അപ്പൊ ക്യൂ ആണ് ചാർജ് എന്ന് വിചാരിക്കുക. ക്യൂ ഇ, ലെറ്റ് മീ റൈറ്റ് സെപ്പറേറ്റ്ലി. എന്താണ്? എഫ് ഇ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പ്ലസ് വാട്ട്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എഫ് ബി. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ലോറൻസ് ഫോഴ്സ് 0 ആയിരിക്കണം. ടോട്ടൽ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ക്യൂ ഇ പ്ലസ് വി ക്രോസ് ബി. വി ക്രോസ് ബി എന്തായിരിക്കണം കുട്ടികളെ? ഇറ്റ് മസ്റ്റ് ബി 0. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ക്യൂ നോൺ 0 ആണ് എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് വി ക്രോസ് ബി 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. സി, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. അതിന്റെ മീനിങ് ഇതാണ്, ഇ മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് വി ക്രോസ് ബി ആയിരിക്കണം. ഇ മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മൈനസ് വി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ബി ക്രോസ് ബി എന്ന് എഴുതാം, അല്ലേ? ദെയർഫോർ ഇ മസ്റ്റ് ബി ഈക്വൽ ടു ബി ക്രോസ് ബി ആയിരിക്കണം. ബി ക്രോസ് ബി. ഈ കണ്ടീഷൻ പാലിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. ഈ കണ്ടീഷൻ പാലിച്ചാൽ, ലെറ്റ് മീ പുട്ട് ഇറ്റ് ഇൻ ബോക്സ്. ഈ കണ്ടീഷൻ പാലിച്ചാൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അപ്പൊ തന്നിട്ടുള്ള ഓരോ ഓപ്ഷനിലും നമ്മൾ ഇയും ബി ക്രോസ് ബിയും എടുത്തു നോക്കും. അത് രണ്ടും ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഫോഴ്സ് വിൽ ബി 0 ആൻഡ് ദ പാർട്ടിക്കിൾ ക്യാൻ മൂവ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? 3 2 R. 3 ഇത്, 2 ഇത്, R ഇത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാ ചെക്ക് ചെയ്യേണ്ടത്? ഇ എന്താണെന്ന് ചെക്ക് ചെയ്യണം. വാട്ട് ഈസ് ഇ? ഈസ് ഡയറക്ട്ലി ഗിവൺ ദെയർ. വാട്ട് ഈസ് ദാറ്റ്? മൈനസ് E0y. E0 along മൈനസ് y ഡയറക്ഷൻ. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ബി ക്രോസ് വി എന്താണെന്ന് ചെക്ക് ചെയ്യണം. ബി ക്രോസ് വി. വാട്ട് ഈസ് ബി ക്രോസ് ബി? ബി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ബി, ഹൗ മച്ച് ഈസ് ബി? ലുക്ക് ഹിയർ, ബി ഈസ് ഹിയർ. ബി ക്രോസ് വി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ B0 y ക്രോസ് വി എത്രയാണ് ഇവിടെ? 0 ആണ്, നൾ വെക്ടർ ആണ്. അതുകൊണ്ട് ഇതെന്തായി? ദിസ് ഈസ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ല? ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് വി. ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് വി ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കില്ല. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കില്ല. നെറ്റ് ഫോഴ്സ് 0 അല്ല എങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പോൾ ഓപ്ഷൻ 1 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ 1 ഈസ് റോങ്. ഇനി
ഓപ്ഷൻ 2ലേക്ക് നമുക്ക് കിടക്കാം. ഓപ്ഷൻ 2ന്റെ കോമ്പിനേഷൻ ഏതാണെന്ന് നോക്കി. 4 1 s 4 1 s. ഇവിടെ ഈ എത്രയാണെന്ന് നോക്കി. ഈ ഡയറക്ട്ലി അവിടെ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് E is equal to how much is that? E0 is z. E0 along z direction. Okay, യൂണിറ്റ് വെക്ടർ along z direction. ഇനി നമുക്ക് എന്താണ് B ക്രോസ് V എത്രയാണെന്ന് കണ്ടുപിടിക്കണം. B ക്രോസ് V. B എത്രയാ? B0 z. Let me write neatly. B0 z ക്രോസ് V എത്രയാണ് കുട്ടികളെ? 2E0 divided by B0 along x. What is that? B0 യും B0 യും cancel ആയി. 2E0 ആയി. Z cross x. Z cross x എന്ന് പറയുന്നത് Z cross x എന്ന് പറയുന്നത് J ആണ്. J means y direction ആണ്. Y. ഇവിടെ നോക്കിക്കേ. ഇവിടെയും എന്തല്ല നോക്കിക്കേ. നമ്മുടെ കണ്ടീഷൻ പാലിച്ചിട്ടില്ല. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? E must be equal to B cross V ആയാൽ മാത്രമേ നെറ്റ് പോസിറ്റീവ് ആയുള്ളൂ. പക്ഷേ ഇവിടെ ഇയും ബി ക്രോസ് വിയും ഈക്വൽ അല്ല. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനും അല്ല നമ്മുടെ റൈറ്റ് ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പരിശോധിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? 3 P. 3 P. ദിസ് ഈസ് P. ഓക്കെ, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നു. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഡയറക്ട്ലി ഗിവൺ -E0 x along x. ഇനി ബി ക്രോസ് വി കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ബി ക്രോസ് വി. ബി എത്രയാണെന്ന് നോക്കിയേ. -B0 x. വി എത്രയാണ്? വി നൾ വെക്ടർ ആണ്, 0 വെക്ടർ ആണ്. അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടി? നൾ വെക്ടർ എന്ന് കിട്ടി, 0 വെക്ടർ എന്ന് കിട്ടി. അപ്പോൾ വെരി ഒബിയസ് ആണ്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് വി. Therefore what? Net force will not be 0. Particle will not go with the constant velocity. അപ്പൊ സി ഓപ്ഷനും തെറ്റാണ്. ഇനി ഡി കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഡി എന്താണ് പറയുന്നത് നോക്കിയേ. ഡി 2 3s. 2 ഇത്, 3 ഇത്, s ഇത് കറക്റ്റ് ആവുമോ നോക്കാം. നമുക്ക് ആദ്യമേ എന്ത് ചെക്ക് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു -E0 x along x ഡയറക്ഷൻ. ഇനി എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ബി ക്രോസ് വി ചെക്ക് ചെയ്യണം. ബി ക്രോസ് വി എത്രയാണ്? ബി എത്രയാണ്? B0 z ആണ്. B0 along z. വി എത്രയാണ് കുട്ടികളെ? E0 by B0 along y അല്ലേ? അപ്പം B0യും B0യും വെട്ടിപ്പോയി. അപ്പം E0 വന്നു. E0 z ക്രോസ് y. Z ക്രോസ് y എന്ന് പറഞ്ഞാൽ -x ഡയറക്ഷൻ ആണല്ലോ. -x ഡയറക്ഷൻ. ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ കിട്ടുന്നതെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആണ്? ബി ക്രോസ് വിക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് therefore നെറ്റ് എഫ് എന്തായിരിക്കും? എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ് ബിക്കോസ് നെറ്റ് ഫോഴ്സ് വിൽ ബി 0. അപ്പം ഈ ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. എയും ബിയും സിയും റോങ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ശ്രദ്ധിക്കുക. ഇൻ വിച്ച് കേസ് വിൽ ദ പാർട്ടിക്കിൾ ഡിസ്ക്രൈബ് ഹെലിക്കൽ പാത്ത് വിത്ത് ആക്സസ് എലോങ് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ? ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യണം പാർട്ടിക്കിൾ. ഏത് ആക്സസിലാണ്? എലോങ് ഇസഡ് ആക്സസിൽ മൂവ് ചെയ്യണം. ഓക്കെ, along this is z. Let that be x. This is x and this is y. ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഹെലിക്കൽ പാത്ത് ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഒരു ഇസഡ് ഡയറക്ഷൻ ഉണ്ടാവണം. അതൊരു കണ്ടീഷനാണ്. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി നോക്കിയേ. എലോങ് എക്സ്, എലോങ് വൈ, ഇനീഷ്യൽ വെലോസിറ്റി 0. അടുത്തത് നോക്കിയേ. എലോങ് എക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തല്ല? ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഇസഡ് കമ്പോണന്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക? അത് മൂവ് ചെയ്യണമെങ്കിൽ അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ ഒരു ന്യൂ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫോർ ദിസ് ടു ഹാപ്പൻ ഇത് സംഭവിക്കണമെങ്കിൽ എന്താണ്?
ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടല്ലോ, FE, ഇലക്ട്രിക് ഫോഴ്സ് മസ്റ്റ് ബി along Z direction. Electric force Z direction ആണെങ്കിൽ കുഴപ്പമില്ല. It will pick up velocity in Z direction. കാരണം എന്താ ഞാൻ പറയാൻ കാരണം, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എക്സ് വൈ രണ്ട് കേസേ ഉള്ളൂ, ഇസഡ് കമ്പോണന്റ് കാണുന്നില്ല ഇവിടെ. അപ്പോൾ ഇസഡ് വെലോസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് മസ്റ്റ് ബി അലോങ് ഇസഡ് ഡയറക്ഷൻ. പിന്നെ ആരാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടാണല്ലോ മുകളിലോട്ട് പോകേണ്ടത്? ഹൂ ഷുഡ് പ്രൊവൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്? മാഗ്നറ്റിക് ഫോഴ്സ് ഷുഡ് പ്രൊവൈഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. FB must provide centripetal force എന്ന് പറഞ്ഞാൽ FB must be perpendicular to velocity, initial velocity. ഇനീഷ്യൽ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇനീഷ്യൽ വെലോസിറ്റിക്ക് അല്ല, ഓൾവേസ് ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ഓൾ ദ ടൈം. അപ്പോൾ ഈ കണ്ടീഷനും പാലിക്കുന്നുണ്ടോ നോക്കുക. ഈ രണ്ട് കണ്ടീഷൻ പാലിക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ പാർട്ടിക്കിൾ വിൽ ഗോ ഇൻ ഹെലിക്കൽ പാത്ത് ഓഫ് ഇൻക്രീസിങ് പിച്ച്. എന്തുകൊണ്ടാണ് പിച്ച് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇലക്ട്രിക് ഫോഴ്സ് ഇസഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഇസഡ് ഡയറക്ഷനിൽ അതിൻ്റെ വെലോസിറ്റി കൂടി വരും. ദെർഫോർ ദ പിച്ച് ഓഫ് ദ ഹെലിക്കൽ പാത്ത് വിൽ ഇൻക്രീസ്. ഇപ്പം രണ്ട് കണ്ടീഷൻ നമ്മൾ നോക്കണം. ഇലക്ട്രിക് ഫോഴ്സ് ഇസഡ് ഡയറക്ഷനിലാണോ? രണ്ടാമത്തേത് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കില്ല? ഇത് ഹെലിക്കൽ പാത്തിൽ മൂവ് ചെയ്യില്ല, എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവില്ല. അപ്പം മാഗ്നറ്റിക് ഫോഴ്സും വേണം, ഇലക്ട്രിക് ഫോഴ്സും വേണം, രണ്ട് ഫോഴ്സും രണ്ട് കമ്പോണൻറ്റും വേണം. അപ്പോൾ ഓരോന്നും നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യാം. ആദ്യത്തെ എന്താ പറയുന്നതെന്ന് നോക്കി. 4(1)s ഇതാണ് 4(1)s. ഞാൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇതെന്താ? പ്രോട്ടോൺ ആണ് സാധനം അല്ലേ? 4(1)s 4 എഴുതിയിട്ടുള്ള പ്രോട്ടോൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഫോഴ്സ്, ഹൗ ക്യാൻ ഐ റൈറ്റ് ഫോഴ്സ്? പ്രോട്ടോൺ ആയതുകൊണ്ട് E പ്ലസ് V ക്രോസ് B. ദിസ് ഈസ് ദ ടോട്ടൽ ലോറൻസ് ഫോഴ്സ്. യു നോ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. F ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? E അതുപോലെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? E0Z ഓക്കെ, പ്ലസ് V എത്രയാണ് കുട്ടികളെ? V ഈസ് ഈക്വൽ ടു 2E0/B0. 2E0/B0 എലോങ് X ക്രോസ് B0 is Z. B0 is Z. നോക്കൂ നിങ്ങൾ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു E അതുപോലെ എഴുതി. ദെൻ E0 is Z. B0 വെട്ടിപ്പോയി, 2E0 ഉണ്ട്. X ക്രോസ് Z അത് മൈനസ് വാട്ട്? മൈനസ് Y ആണ്, മൈനസ് Y. അപ്പം ഇവിടെ രണ്ട് കമ്പോണൻറ്റും ഉണ്ട്. നോക്കിയേ നിങ്ങൾ, ഇവിടെ ശ്രദ്ധിക്കൂ. ഈ E0 Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. അതേതാ? ഇസഡ് ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കാൻ -y ഡയറക്ഷനിൽ, എക്സ് ഡയറക്ഷനാണ് വെലോസിറ്റി ഉള്ളത്. നോക്കൂ, എക്സ് ഡയറക്ഷനിലാണ് വെലോസിറ്റി ഉള്ളത്. -y ഡയറക്ഷനിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം, അപ്പം മനസ്സിലാവും. സി, ഈ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, എക്സ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ വെലോസിറ്റി. എക്സ് ഡയറക്ഷനിൽ സി V along X, -y ഡയറക്ഷനിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. -y ഡയറക്ഷനിൽ. ഇസഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങും. ഓക്കെ, ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വിൽ ടേക്ക് എ parabolic path like this. Parabolic, not sorry, helical path of increasing radius. Okay, let me draw it neatly, just like that. Then what will happen? Adinte pitch ingane koodi varum, pitch koodi varum, it goes like that. Therefore this option is correct. A is correct. Okay, ഇനിയും B, C, D നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
ബിയും സിയും ഡിയും എന്തുകൊണ്ട് ഓപ്ഷൻ അല്ല എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ബി എന്താ പറയുന്നത് നോക്കൂ, 2 2 R 2 2 R. ഞാൻ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ? ഇലക്ട്രോൺ ആണ്. അപ്പം മൈനസ് ഇ പ്ലസ് വി ക്രോസ് ബി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പ്ലസ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്, ദാറ്റ്സ് എ ടോട്ടൽ ലോറൻസ് ഫോഴ്സ്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ അതുപോലെ എഴുതി. ഇ എത്രയാണ് കുട്ടികളെ? മൈനസ് ഇ 0 y പ്ലസ് വി ക്രോസ് ബി. വി എത്രയാ? ഇ 0 ബൈ ബി 0 എലോങ് y ക്രോസ് ബി 0 എലോങ് y. ഇവിടെ നോക്കിയേ, ഇത് രണ്ടും y ഡയറക്ഷനിലാണ്, അതുകൊണ്ട് ഈ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയി പോകും. Therefore, force acting on it is what? Minus of minus plus I. E is 0y. E is 0y. അപ്പം നെറ്റ് ഫോഴ്സിന് ഒരൊറ്റ കമ്പോണൻറ്റേ ഉള്ളൂ. അത് ഏത് ഡയറക്ഷനിലാണ് നോക്കൂ? y ഡയറക്ഷനിലാണ്. ഓക്കെ, എലോങ് y ഡയറക്ഷൻ ഇറ്റ് ഹാസ് വെലോസിറ്റി എലോങ് y ഡയറക്ഷൻ. ഇനീഷ്യൽ വെലോസിറ്റിയും y ഡയറക്ഷനിലാണ്, ഫോഴ്സും y ഡയറക്ഷനിലാണ്. നോക്കൂ, ഫോഴ്സ് ഓൾസോ ഈസ് എലോങ് y ഡയറക്ഷൻ. Therefore, what will this particle do? This particle will go along a straight line with increasing speed, uniformly accelerated motion ആയിരിക്കും. That means it will not do helical motion. ഇനി അടുത്ത ഓപ്ഷനോട് നമുക്ക് നോക്കാം. സി എന്ന് പറയുന്ന ഓപ്ഷൻ 3p. നോക്കാം എന്തുകൊണ്ട് ഇത് ഓപ്ഷൻ ആവുന്നില്ല എന്നുകൂടെ നോക്കാം. ഇവിടെ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രോട്ടോൺ ആണ്, അതുകൊണ്ട് ഇ പ്ലസ് വി ക്രോസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു ഇ എത്രയാണ്? മൈനസ് ഇ 0 x പ്ലസ് വെലോസിറ്റി എത്രയാ? നൾ വെക്റ്റർ ക്രോസ് ബി എത്രയാണ്? മൈനസ് ബി 0 x. Therefore, what you got is the force is equal to minus E 0 x plus 0. This one will become 0, you know. Therefore, force has only one component. So, അപ്പം ഇവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ 0 ആയിരുന്നു. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മൈനസ് എക്സ് ഡയറക്ഷനിലാണ്. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഫോഴ്സ് ആക്ട്സ്. Therefore, what does the particle do? It will move along minus x direction with increasing speed. It will be a uniformly accelerated motion along a straight line. That means the particle does not do helical motion along z direction. Therefore, this also is not option. This is not option. We have seen. In the last one, we check for the completion. Look here. What is that? The last one. See, last one parayunnathu 4 2r. This is 4 2r. Let us see. Find out the force. What is the force? F is equal to, this is a proton, therefore E plus V cross B. That is what the net force. Then let me substitute that. Force is equal to, E is written as E. My electric field is minus E0y plus velocity how much? 2E0 divided by B0x cross B0y. Let us further do it. E minus E0y, B0 got cancelled, plus what? 2E0 x cross y is z. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫോഴ്സിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്. നോക്കി, ഈ ഇലക്ട്രിക് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കി. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് മൈനസ് y ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇസഡ് ഡയറക്ഷനിലും. നമുക്ക് ഇസഡ് ഡയറക്ഷനിൽ ഹെലിക്കൽ മോഷൻ നടക്കണമെങ്കിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഇസഡ് ഡയറക്ഷനിലായിരിക്കണം, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇവിടെ ഹെലിക്കൽ മോഷൻ നടക്കും, പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി അലോങ് ഇസഡ് ഡയറക്ഷൻ. ഞാൻ വരച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എക്സ് ആക്സ് ആയിക്കോട്ടെ. ലെറ്റ് ദിസ് ബി എക്സ്, ദിസ് ബി വൈ ആൻഡ് ദിസ് ബി ഇസഡ് ആക്സിസ്. നമുക്ക് ഓരോ വെലോസിറ്റിയും നോക്കാം. വാട്ട് വാസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി? ലെറ്റ് മീ ഡു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വാസ് along x direction, and force, my electric Lorentz force along what?
along minus, along minus, like this, minus, this is the direction of electric Lorentz force, minus y direction, magnetic Lorentz force which provides centripetal force. ഇതാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എലോങ് ഇസഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ദിസ് വിൽ വർക്ക് ആസ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആൻഡ് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ this will undergo circular motion, I mean helical motion along like this. So how to draw it? Velocity, and this will be centripetal force, maybe center here, and it will do like this. Okay, ഇവിടെയും ഹെലിക്കൽ മോഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായോ? ഹെലിക്കൽ മോഷൻ ഈസ് നോട്ട് അലോങ് ഇസഡ് ഡയറക്ഷൻ. നമ്മളോട് ഇസഡ് ഡയറക്ഷനിൽ ഹെലിക്കൽ മോഷൻ ഉണ്ടാകുന്ന കേസാണ് ചോദിച്ചിട്ടുള്ളത്. therefore this also is wrong, D also is wrong. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു. ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, 15th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ വിച്ച് കേസ് വുഡ് ദ പാർട്ടിക്കിൾ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എലോങ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. ഒരു പാർട്ടിക്കിൾ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ for this to happen what? എങ്ങനെ ഒരു പാർട്ടിക്കിൾ മൈനസ് വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക? മൈനസ് വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കണം, ഫോഴ്സ് മൈനസ് വൈ ഡയറക്ഷനിലായിരിക്കണം. ഒരു കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ദിസ് ക്യാൻ ഹാപ്പൻ. v is equal to 0 ആവാം, നോ പ്രോബ്ലം, v ക്യാൻ ബി 0. v എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആവാം. ബട്ട് ഫോഴ്സ് എങ്ങോട്ടായിരിക്കണം? ഫോഴ്സ് മസ്റ്റ് ബി എലോങ് മൈനസ് വൈ. ഫോഴ്സ് must be along what? minus y direction. Force must be along minus y direction. അതൊരു കേസ്. അല്ലെങ്കിൽ എന്താ? ഓൾറെഡി ഉള്ള വെലോസിറ്റി ഈസ് along മൈനസ് വൈ ഡയറക്ഷനിലായിരിക്കണം. മൈനസ് വൈ ഡയറക്ഷൻ. അപ്പോൾ ഫോഴ്സ് 0 ആവാം, അല്ലെങ്കിൽ ഓർ ഫോഴ്സ് must be along മൈനസ് വൈ ഡയറക്ഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു പാർട്ടിക്കിൾ മൈനസ് വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അത് റെസ്റ്റിലാവാം, പക്ഷേ ഫോഴ്സ് മൈനസ് വൈ ഡയറക്ഷനിലായിരിക്കണം. ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് അലോങ് മൈനസ് വൈ ഡയറക്ഷൻ. അല്ല എങ്കിൽ അതിന് ഓൾറെഡി മൈനസ് വൈ ഡയറക്ഷൻ ഒരു വെലോസിറ്റി ഉണ്ടാവാം. അപ്പോൾ ഫോഴ്സ് 0 ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് വൈ ഡയറക്ഷനിലായിരിക്കണം. അപ്പം വെലോസിറ്റി മൈനസ് വൈ ഡയറക്ഷനിലുള്ള കേസ് ഉണ്ടോ എന്ന് നോക്കാം. വെലോസിറ്റി അലോങ് മൈനസ് വൈ ഡയറക്ഷൻ, ഈ കേസ് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഇത് എക്സ് ഡയറക്ഷനിലാണ്, ഇത് വൈ ഡയറക്ഷനിലാണ്, ഇത് 0 വെലോസിറ്റിയാണ്, ഇത് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിലൊന്നും ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് വൈ ഡയറക്ഷൻ ഉള്ളതില്ല എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. യു ക്യാൻ റൂൾ ഔട്ട് ദിസ് സെക്കൻഡ് കണ്ടീഷൻ ബിക്കോസ് ഓൾ ദ വെലോസിറ്റീസ് ഗിവൺ ആർ ഇൻ ഐദർ എക്സ് ഡയറക്ഷൻ ഓർ ഇൻ വൈ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ പരിഗണിക്കാൻ പറ്റുന്ന എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഫസ്റ്റ് നമ്മൾ എഴുതിയ കണ്ടീഷൻ മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആവാം, ബട്ട് ഫോഴ്സ് മസ്റ്റ് ബി അലോങ് മൈനസ് വൈ ഡയറക്ഷൻ. അപ്പം ഇതുള്ളതായിരിക്കണം നമ്മുടെ ഓപ്ഷൻ. എല്ലാ ഓപ്ഷനും നമ്മൾ ചെക്ക് ചെയ്യേണ്ട, ഇത് ഉള്ള ഓപ്ഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. സി, ഫോഴ്സ് മസ്റ്റ് ബി 0. അതുള്ള ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കി. അതുള്ള ഓപ്ഷൻ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 3 വരുന്ന ഓപ്ഷൻ ഇതാ. ബിയിൽ 3 വരുന്നുണ്ട്, അതുപോലെ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻ മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ബി എന്ന ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ ഫോഴ്സ്? വെലോസിറ്റി 0 ആണ് നമ്മൾ കണ്ടു. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ? ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ പ്രോട്ടോൺ ആയതുകൊണ്ട് ഇ പ്ലസ് വി ക്രോസ് ബി. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു ഇ എത്രയാണ്? മൈനസ് E0y. ഓക്കെ, വി ക്രോസ് ബി എന്തായി പോയി? 0 ക്രോസ് B0y.
അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് നോക്കി, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇ സീറോ വൈ. ഓക്കെ, ഫോഴ്സ് ഈസ് എലോങ് വൈ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ ആക്സിസ് വരയ്ക്കാം. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് നത്തിങ് ബട്ട് ഇസഡ് ആക്സിസ്, ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ റെസ്റ്റിലാണ്, വെലോസിറ്റി 0 ആണ്. ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ, ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ, എഫ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് എലോങ് ദിസ് ഡയറക്ഷൻ. ഫോഴ്സ്, വാട്ട് ഫോഴ്സ്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എലോങ് ദിസ് ഡയറക്ഷൻ. ഇനിയും ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുമോ എന്ന് നോക്കാം. ഡിസ്റ്റർബ് ചെയ്യുമോ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആദ്യമേ ഇല്ലായിരുന്നു, കാരണം വെലോസിറ്റി 0 ആയതുകൊണ്ട്. പക്ഷേ ഇതിനിപ്പം വെലോസിറ്റി പിക്കപ്പ് ചെയ്തു. അപ്പം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുമോ, ഈ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുമോ എന്നറിയാൻ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് നോക്കി. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എലോങ് വൈ ഡയറക്ഷൻ. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് വൈ ഡയറക്ഷനിലാണ്. പക്ഷെ പാർട്ടിക്കിൾ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വി ക്രോസ് ബി 0 ആയി പോകും ഈ സിറ്റുവേഷൻ. കാരണം വെലോസിറ്റിയും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 180 ആവും ഇല്ലേ. അതുകൊണ്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വിൽ നോട്ട് ആക്ട് ത്രൂ ഔട്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വിൽ നോട്ട് ആക്ട്. ഓൺലി ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് വിൽ ആക്ട് ആൻഡ് ദ പാർട്ടിക്കിൾ വിൽ മൂവ് അലോങ് മൈനസ് വൈ ഡയറക്ഷൻ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഡി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിയിൽ എന്താ പ്രശ്നമെന്ന് നോക്കാം. ഓക്കെ, ഡി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിയിലെ ഫോഴ്സ് എത്രയാണ് നമുക്ക് നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, പ്രോട്ടോൺ ആണ്, അതുകൊണ്ട് ഇ പ്ലസ് വി ക്രോസ് ബി. വി ക്രോസ് ബി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു ഇ, അതുപോലെ എഴുതി, മൈനസ് ഇ 0 വൈ പ്ലസ് വി 0 ആണ്. ബി എന്ന് പറയുന്നത് മൈനസ് ബി 0 എക്സ്, ബി 0 എക്സ്. ഇപ്പോൾ ഫോഴ്സ് എത്ര കിട്ടിയെന്ന് നോക്കാം. നമുക്ക് മൈനസ് ഇ 0 വൈ, ദിസ് ഈസ് ദ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ പാലിക്കുന്നുണ്ട്. ഇനീഷ്യൽ ഫോഴ്സ് ഈസ് എലോങ് വൈ ഡയറക്ഷൻ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു കാണിക്കാം. ഞാൻ ഇവിടെ ആക്സിസ് ഒന്ന് വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, വൈ ആക്സിസ്. Okay, sorry, that is z axis. Let me write it as like that. And maybe this is z axis. Okay, y axis. അല്ലെങ്കിൽ ആക്ച്വലി വരയ്ക്കേണ്ടത് ഇത് എക്സും റൈറ്റ് ഹാൻഡഡ് റൂൾ ഉപയോഗിച്ച് ഇത് എക്സും ഇത് വൈയും ആണ് വരയ്ക്കേണ്ടത്. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ഡ്രോ. ഇനി നമുക്ക് വൈ മൈനസ് വൈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉള്ളത് അല്ലേ. ഫോഴ്സ് ഈസ് ഇനീഷ്യലി വെലോസിറ്റി 0 ആയിരുന്നു. ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഫോഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കൂ, ഫോഴ്സ് ഇങ്ങോട്ടാണ്, മൈനസ് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ആ പാർട്ടിക്കിൾ മൈനസ് വൈ ഡയറക്ഷനിൽ വെലോസിറ്റി പിക്ക് ചെയ്യും. പക്ഷേ ആ പാർട്ടിക്കിളിനെ ആര് ഡിസ്റ്റർബ് ചെയ്യും? ആ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡീവിയേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ അതിൽ ആക്ട് ചെയ്യും. ആക്ട് ചെയ്തിട്ട് അതിൻ്റെ പാത്ത് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പാത്ത് ഇവിടുന്ന് ഡീവിയേറ്റഡ് ആവും. പാത്ത് വരയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പാത്ത് എന്താണേലും ഡീവിയേറ്റ് ചെയ്യപ്പെടും. കാരണം വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് അത് മൈനസ് വൈ ഡയറക്ഷനിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യില്ല, മൈനസ് വൈ ഡയറക്ഷനിൽ ത്രൂ ഔട്ട് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഇനീഷ്യലി ദാറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ് along minus y direction. After that, the magnetic Lorentz force will deflects its path because magnetic Lorentz force is perpendicular to its velocity. Okay. ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാ ഓപ്ഷൻസും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.